ഷവർമക്കൊപ്പമുള്ള പച്ചമുളക് വലിപ്പം കുറഞ്ഞെന്ന് പറഞ്ഞ് ബേക്കറി ഉടമകളെ തല്ലിച്ചതച്ച സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു പോലീസ്. മലപ്പുറം പുത്തനത്താണിക്ക് സമീപം കുട്ടികളത്താണിയിൽ പ്രവർത്തിക്കുന്ന NJ ബേക്കറിയിലാണ് അക്രമം നടന്നത്. കാറിലെത്തിയ 4 അംഗ സംഘം അക്രമം അഴിച്ചുവിട്ടെന്ന പരാതിയിൽ കൽപ്പകഞ്ചേരി പോലീസാണ് കേസ് എടുത്തിരിക്കുന്നത്. Sacred Heart School, Kottakkal, a center of excellence where we teach, model and encourage a love of learning, collaboration and compassion for others. വയനാട് കുന്നംപത്ര സ്വദേശികളായ കരീമും മക്കളായ മുഹമ്മദ് സബീലും അജ്മലുമാണ് സ്ഥാപനം നടത്തുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി 7:30 ഇന്നോവ കാറിലെത്തിയ 4 അംഗ സംഘം ഷവർമ ഓർഡർ ചെയ്തതിന് പിന്നാലെയാണ് സംഭവങ്ങളുടെ തുടക്കം. ഷവർമയ്ക്കൊപ്പമുള്ള മുളക് എടുത്തു കാണിച്ച് സംഘം പ്രശ്നങ്ങൾക്ക് തുടക്കമിടുകയായിരുന്നുവെന്നാണ് പരാതിയിൽ പറയുന്നത്. ഇത്ര ചെറിയ മുളകാണോ ഷവർമയ്ക്കൊപ്പം നൽകുന്നതെന്നായിരുന്നു ഇവരുടെ ചോദ്യം. പിന്നാലെ കാറിലുണ്ടായിരുന്നവർ ചാടിയിറങ്ങി അക്രമം അഴിച്ചുവിടുകയും ചെയ്തു. വയനാട്ടുകാരാണെന്ന് മറുപടി പറഞ്ഞതിന് പിന്നാലെയാണ് അക്രമങ്ങൾ അരങ്ങേറിയതെന്നും പരാതിയിൽ പറഞ്ഞു. തടയാനെത്തിയ കരീമിന്റെ മക്കളെയും ക്രൂരമായി മർദ്ദിച്ചു. കരീമിനെ കാറിലുണ്ടായിരുന്ന ഇരുമ്പോടിയെടുത്താണ് സംഘം അടിച്ചത്. സബീലിനെ കടിച്ചു പരിക്കേൽപ്പിക്കുകയും ചെയ്തു. അജ്മലിനെ തള്ളി വീഴ്ത്തിയ സംഘം തലയ്ക്ക് ചവിട്ടിയാണ് പരിക്കേൽപ്പിച്ചത്. ടീം കാർ വന്ന് നിർത്തി ഷവർമയും ബർഗറും ഓർഡർ ചെയ്ത് ഷവർമ കൊണ്ടുകൊടുത്ത് ബർഗർ ക്യാൻസലാക്കി. ബാക്കിൽ ഇരിക്കുന്ന ഒരാൾ ചോദിച്ച് ഷവർമയിൽ മുളകാണോ കൊടുക്കണോ ചോദിച്ചു. അങ്ങനെ പ്രശ്നമായി. ഫ്രണ്ടിലിരിക്കുന്ന ഒരാൾ വാപ്പാണ്ട് ചോദിച്ച് എവിടെ സ്ഥലം ചോദിച്ചു. വയനാട് പറഞ്ഞപ്പോൾ അടിക്കട പറഞ്ഞതിൽ ബാക്കിൽ നിന്ന് ഒരാൾ അടിച്ച്. ലാസ്റ്റ് എല്ലാവരും കൂടി വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഇവിടെ ഒച്ചപാടിട്ടപ്പോൾ നമ്മൾ ഉള്ളിലായിരുന്നു. ഫുള്ളും പുറത്തിറങ്ങി വന്നപ്പോൾ പിടിച്ചേക്കാൻ നോക്കി. ഞങ്ങൾ എന്താക്കി, ഒരാളിന്നെ കഴുത്തിനും പിടിച്ച് കമ്പിമ കൊണ്ട് തലടിപ്പിച്ച് നിലത്ത് വീണ് തലക്ക് ചവിട്ടി. ഓനെ കഴുത്തിന് പിടിച്ച് കണ്ണൊക്കെ കുത്തും കുത്തി ഇതാക്കി. പിന്നെ ഒരു 4 ആൾക്കാരും കൂടി ഞങ്ങൾ 3 ആളും തല്ലി. നാട്ടുകാർ ഓടിക്കൂടിയതോടെ സംഘം കാറെടുത്ത് രക്ഷപ്പെടുകയായിരുന്നു. സംഭവത്തെ തുടർന്ന് കച്ചവടത്തിനായി കരുതിയിരുന്ന 28,000 രൂപയുടെ ഭക്ഷ്യസാധനങ്ങൾ ചവറ്റുകൊട്ടയിൽ തള്ളേണ്ടി വന്നു. അടഞ്ഞുകിടന്നിരുന്ന ബേക്കറി കരീമും മക്കളും 3 മാസം മുമ്പാണ് നടത്തിപ്പിനായി ഏറ്റെടുത്തത്. സംഭവത്തിൽ കൽപ്പകഞ്ചേരി സ്വദേശികളായ സത്താർ, മുഹമ്മദ് ഹനീഫ, മുജീബ്, ജനാർദ്ദൻ എന്നിവർക്കെതിരെ കൽപ്പകഞ്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മലബാർ ടൈംസ്, തിരൂർ.